എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ നവംബർ 23 ശനിയാഴ്ച കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോവാണ്. പാലക്കാട് ചേലക്കര അസംബ്ലിയിലോട്ടും പിന്നെ വയനാട് ലോക്സഭയിലോട്ടുമാണ് ഇലക്ഷൻ നടന്നത്. നാളെ കൃത്യം 10 മണി 11 മണിയാകുമ്പോൾ തന്നെ റിസൾട്ട് ലഭിക്കും. നമുക്കറിയാം, ഈ ഇലക്ഷന് തൊട്ട് മുന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറുന്നത്. അതായത് തലേന്ന് വരെ CPM-ഉം CPI ആയിട്ട് ചർച്ച നടത്തിയ സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നേരെ ഇടതുപക്ഷത്തേക്ക് പോകുന്നതിന് പകരം കോൺഗ്രസിലോട്ടാണ് പോയത്. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതായത് ശരിക്കും 3 മാസം മുന്നേ, ലോക്സഭ ഇലക്ഷന് 1-2 മാസം മുന്നേ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം കേരളത്തിലെ നേതാക്കളുമായിട്ടല്ല ചർച്ച നടത്തിയത്. അതായത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് ലീക്കാവും, അതെങ്ങനെ BJP നേതാക്കൾ ചെവിയിലെത്തും, അത് സന്ദീപ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു തടസ്സം, വിഘാതം സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് സന്ദീപ് കേരളത്തിന് വെളിയിൽ, അതായത് മംഗലാപുരം, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച്, അതായത് അവിടെയുള്ള കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് സന്ദീപ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അത് BJP നേതാക്കൾക്ക് ചെറിയ വിവരം കിട്ടിയിരുന്നു. പക്ഷേ സന്ദീപ് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഒരു ഇത് കിട്ടിയില്ല. ബിക്കോസ് അതായത് സന്ദീപ് ഇവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതീവ രഹസ്യമായിട്ടാണ്, അതിവിശ്വസനെ പോലും കൂടെ കൂട്ടാതെയുമാണ് ഇത്തരത്തിലെ ഡീലുകൾ സന്ദീപ് ചെയ്തത്. സന്ദീപിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ബാംഗ്ലൂർ യാത്ര തന്നെ BJPക്ക് സംശയം ഉണ്ടാക്കിയിരുന്നു. അതായത് ലോക്സഭ ഇലക്ഷൻ 1-2 മാസം മുന്നേ വരെ. അതുകൊണ്ടാണ് സന്ദീപിനെ നിരീക്ഷിക്കാൻ വേണ്ടി BJPയുടെ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രൻ വ്യക്തമായ എല്ലാ കാര്യങ്ങളും അമിത്ഷായെ അപ്പോൾ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമിത്ഷായും സുരേന്ദ്രനും എടുത്ത കൂട്ടായ തീരുമാനമാണ് സന്ദീപിനെ നിരീക്ഷിക്കണം. അതുകൊണ്ട് സന്ദീപിനെ കൺമുന്നിൽ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് വയനാട് മത്സരിക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലയും സന്ദീപിന് കൊടുത്തത്. അതിന് പിന്നിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരൻ്റെ എല്ലാ നീക്കങ്ങളും നേരിട്ട് വീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, അതായത് പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സുരേന്ദ്രൻ സന്ദീപിനെ തൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല എല്ലാം ഏൽപ്പിച്ചത്. അതൊരു കാര്യം അവിടെ നിൽക്കട്ടെ. അതെല്ലാം നമ്മൾ സംസാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് കോൺഗ്രസ് വിട്ട് ഇതിനിടയിൽ സന്ദീപ് എന്തൊക്കെ കളികൾ കളിച്ചു കേട്ടോ. അതായത് മാധ്യമങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അദ്ദേഹം CPM-ലോട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി പല CPM നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അതായത് AK ബാലനും MB രാജേഷും പോലുള്ള ആൾക്കാരായിട്ട് സന്ദീപ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും CPM-ലോട്ട് പോകാൻ സന്ദീപിന് താല്പര്യമില്ലായിരുന്നു, സന്ദീപിന് ഉദ്ദേശമില്ലായിരുന്നു. സന്ദീപിന് ഉദ്ദേശം കോൺഗ്രസിലോട്ട് പോകുക എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അതായത് അതൊരു ചർച്ചയാവാതിരിക്കാൻ വേണ്ടി BJP-കാരുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് കേരളത്തിലെ CPM നേതാക്കളുമായി ചർച്ച നടത്തിയത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, സന്ദീപ് ശരിക്കും CPM-മാരെ പൊട്ടന്മാരൊക്കെയാണ് ചെയ്തത്. ശരിക്കും അത് CPM-മാർ സൈബർ അണികൾക്ക് മനസ്സിലായി. അവർ സന്ദീപിട്ട് നല്ല പണിയും കൊടുക്കുന്നുണ്ട്. അതായത് സന്ദീപ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ ട്രോളുന്നത് BJP-കാരെക്കാട്ടും ട്രോളുന്നത് CPM ഹാൻഡിൽസ് നിന്നാണ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദീപിനെ ട്രോളുന്നത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, സന്ദീപ് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് നേരെ പോയി കാണേണ്ടത് ആരെയാണ്? ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്നവർ ആ പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരെ, അതിൻ്റെ വക്താക്കളെ, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, അണികളെ അഭിസംബോധന ചെയ്യുക. നോക്കൂ, BJP-യിലൊക്കെ ഒരു പ്രമുഖ നേതാവ്, നമുക്കറിയാം, അനിൽ ആൻ്റണിയൊക്കെ BJP-യിൽ ജോയിൻ ചെയ്ത് ആദ്യം കണ്ടത് BJP-യുടെ കേന്ദ്ര നേതാക്കളായിരുന്നു. അവിടെ കേന്ദ്ര ഓഫീസിൽ പോയി, ഡൽഹി ഓഫീസിൽ പോയി ഒഫീഷ്യലായിട്ട് മെമ്പർഷിപ്പ് വാങ്ങി നേതാക്കന്മാരെ കണ്ടു. അത് കഴിഞ്ഞ് അണികളെ ചെറിയൊരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയൊക്കെയാണ് ഒരു ഫോർമാലിറ്റി. അങ്ങനെയാണ് ഏതൊരു പാർട്ടിയാണ്. ഇപ്പോൾ CPM ആയാലും BJP ആയാലും അവർ ഇന്ത്യയിലെ ഏറ്റവും 2 കേഡർ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അത് CPM-ഉം BJP മാത്രമാണ്. അപ്പോൾ ഈ 2 പാർട്ടികൾ ആര് ജോയിൻ ചെയ്താലും ആൾക്കാർ അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ നേരെ ചെന്നത്, സന്ദീപ് കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തിട്ട് നേരെ കാണാൻ പോയത് VD സതീശനോ, അതായത് K സുധാകരനോ, ഇവരൊന്നുമല്ല കാണാൻ ചെന്നത്. നേരെ ചെന്നത് പാണക്കാട്ടേക്ക്, വെച്ച് പിടിച്ചു പാണക്കാട്ടേക്ക്. എന്തിനാണ്? അവിടെയാണ് കളി. അതായത് ഒരു മെസ്സേജ് കൊടുക്കണം. അതായത് ഇതിന് പിന്നിൽ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിമുണ്ട്. അതായത് കോൺഗ്രസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, കോൺഗ്രസ്സിൽ, അതായത് ലീഗിനെ വണങ്ങാതെ, ലീഗിനെ അടിമപ്പെടാതെ ഒരു കോൺഗ്രസ്സുകാരന് കേരളത്തിൽ നിലനിൽപ്പില്ല, കേരളത്തിൽ ഉയർച്ചയുണ്ടാവില്ല, കേരളത്തിലൊരു തിരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രതീതി സൃഷ്ടിക്കുക. അതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതായത് നമുക്കറിയാം, വഖഫ് വിഷയമായിട്ട് കേരളത്തിൽ ഈ ലീഗിനെതിരെയാണ് അവർക്കെതിരെ ഒരു ഭയങ്കരമായിട്ട് വികാരം ഉള്ളൊരവസ്ഥയാണ്. അതായത് മുനമ്പം പോലെ വിഷയങ്ങൾ കത്തി നിൽക്കുന്നു. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളും വഖഫ് നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് ആരാണ്? ലീഗാണ്. മുസ്ലിം ലീഗിലെ ആൾക്കാരാണ്. അതായത് അവർ കുറേ ആൾക്കാർ വഖഫ് ബോർഡിലേക്കുണ്ട്. അവർ
ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ചാനൽ ചർച്ചകൾ വരുന്നു, അവരെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു. അതായത് ഇവർ മാത്രമല്ല, മുസ്ലിം ലീഗാണ് മുന്നിൽ, കോൺഗ്രസും സി പി എമ്മും അവർ ഒരു പരിധിവരെ സി പി എമ്മും കോൺഗ്രസ് മുഴുവനായും ഈ വഖഫിൻ്റെ കൂടെയാണ്. സി പി എമ്മിൻ്റെ ഒരു വിഭാഗം മാത്രമേ വഖഫിനെ എതിർക്കുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് അതായത് ജനരോഷം അതിനെതിരെയാണെന്ന് കണ്ടപ്പോൾ മാത്രമാണ് വരാൻ തുടങ്ങിയത്. അതായത് സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിൽ പ്രഷർ ചെലുത്തി സന്ദീപ് വാര്യർ നേരെ പാണക്കാട്ടേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ പുകഴ്ത്തി പറഞ്ഞു. അതായത് മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പോലും സന്ദീപോട് പറഞ്ഞു. ഒന്ന് പറയട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചോട്ടെ, ഈ നൂറ്റാണ്ടിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ ബ്ലണ്ടറാണ് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നില്ലേ. അതായത് ഇന്ത്യയുടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന്. ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണോ ഉണ്ടായ സന്ദീപേ? അതായത് ഇന്ത്യ വിഭജനത്തിന് കാരണമായ പാർട്ടിയാണ് ഇവർ. അതായത് മതത്തിൻ്റെ പേരിൽ 2 രാജ്യങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ. അവരാണ് പറഞ്ഞത് ഇന്ത്യ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്ന്. എനിക്ക് ശിഹാബ് തങ്ങൾക്ക് കാര്യം തന്നെ അറിയില്ലേ? അതായത് ഹാഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്ത്, അവിടെ ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളി ആക്കിയപ്പോൾ ഇവിടെ ചന്ദ്രികൻ ലേഖനം എഴുതിയ ആളാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് അതായത് വലിയ മതേതരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നത്. അതായത് ഇതിൽ പറഞ്ഞു വരുന്നത്, ലീഗ് ലക്ഷ്യം വെക്കുന്നത് സന്ദീപ് കോൺഗ്രസിൽ പ്രഷർ ചെലുത്തി നേരെ പാണക്കാട്ടേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് മുസ്ലിം ലീഗിനെയും അവരുടെ ഇസ്ലാമിക് അജണ്ടയാണ് കേട്ടോ. അതായത് അതൊരു കോമൺ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ലീഗിൻ്റെ നേതാക്കൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, അവരുടെ കോമൺ അജണ്ട, ഇസ്ലാമിക് അജണ്ട, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ ഇസ്ലാമിക് ഓർഗനൈസേഷനും ഉണ്ട്. അതും വ്യക്തമായി ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അതൊരു അജണ്ട. ഈ അജണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ മുസ്ലിം ലീഗിന് വഴങ്ങാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടാവാൻ പാടില്ല. അതായത് മുസ്ലിം ലീഗ് വിചാരിക്കാതെ കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനും ജയിക്കില്ല, അങ്ങനെ ഒരു ധാർഷ്ട്യം. അതായത് 2026 ഇലക്ഷൻ അവർ ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ 2026 ഭരണം കിട്ടുന്ന അവർ വിചാരിക്കുന്നു. പക്ഷേ കിട്ടില്ല. അതിൽ നമ്മൾ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കിട്ടില്ല എന്നല്ലേ. അപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ ഹാൻഡ്, ഇപ്പോൾ അവർക്ക് 4 മന്ത്രിമാരല്ലേ, കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ഒരു 5ാം മന്ത്രിയുടെ വിവാദമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇനി അവർ ചോദിക്കാൻ പോകുന്ന 7 മന്ത്രിമാരാണ്, ലീഗ് ചോദിക്കാൻ പോകുന്ന 7 മന്ത്രിമാരാണ്. കോൺഗ്രസ്സിന് കൊടുത്തേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു കോൺഗ്രസ്സുകാരനും ലീഗിൻ്റെ സപ്പോർട്ടില്ലാതെ ജയിക്കാൻ പറ്റില്ല. അവരുടെ കാൽച്ചുവട്ടിൽ നിന്നല്ലാതെ ഇവർക്കൊരാൾക്കും ജയിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ ഒരു നഗ്നമായ സത്യമാണ്. അത് ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു ബാർഗെയിനിങ് ടീമായിട്ട് 2026 അസംബ്ലി ഇലക്ഷൻ അവരൊരു വൻ ബാർഗെയിനിങ് നടത്തും കോൺഗ്രസ് ആയിട്ട്. അപ്പോൾ അതിന് മുന്നൊരുക്കമാണ്. ഇനി ആരും കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും കോൺഗ്രസിന് മെസ്സേജാണ്. അതായത് ഞങ്ങളെ താണത് കേണ് വഴങ്ങിയില്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരന് നിലനിൽപ്പില്ല. അതൊരു മെസ്സേജ് സന്ദീപ് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് അതൊരു മെസ്സേജാണ്. അതിന് സന്ദീപിനെ അവർ കരുവാക്കുകയാണ്. അതുമാത്രമല്ല, സന്ദീപിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്ലാമിനെതിരെയും ഇസ്ലാമിക സംസ്കാരത്തിനെതിരെയും ഇസ്ലാമിക നേതാക്കൾക്കെതിരെയും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും വിമർശിക്കുന്നത് ഈ സന്ദീപ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, സംഘപരിവാറിൻ്റെ നാവായി ഒരു കാലത്ത് നിലനിന്നിരുന്ന സന്ദീപ് വാര്യർ തന്നെ ഇതേ പാണക്കാട്ട് തറവാട്ടിൽ കൊണ്ടുവന്ന് ഇതേ സംഘപരിവാറിനെയും മോഡിയെയും ഒക്കെ തെറി പറയിപ്പിച്ചത് അത് മുസ്ലിം ലീഗിൻ്റെ വിജയമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പല മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ പ്രൊഫൈലിൽ നിന്ന് ഇപ്പോൾ വരുന്നത് അങ്ങനെ ഒരു നറേറ്റീവ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സിൽ ആര് ജോയിൻ ചെയ്ത് നേരം പാണക്കാട്ടേക്ക് വരിക കാണുക. അതായത് കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടു. അതായത് മെസ്സി ഇന്ത്യയിൽ വന്ന് കളിക്കാൻ പോവാണ്, കേരളത്തിൽ വന്ന് കളിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം മെസ്സി അതിലൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. മെസ്സി ആദ്യം കേരളത്തിൽ കാലുത്തിയ നേരെ പാണക്കാട്ടേക്ക് പോകും, തങ്ങളെ കണ്ടിട്ടേ മെസ്സി കളിക്കാൻ ഇറങ്ങുമെന്നുള്ള ഒരു ട്രോള് കണ്ടു. അതായത് ആൾക്കാർ പോലും ട്രോളാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരം വെളുത്തില്ല. അവർ ഇപ്പോഴും ലീഗിൻ്റെ ഒരു അടിമയായിട്ടാണ് നിലനിൽക്കുന്നത്. അത് സത്യമാണ്. ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിന് പല സീറ്റുകൾ കേരളത്തിൽ ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലീഗ് മുസ്ലിം പിന്തുണ ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ്സിലൊരു സമ്മർദ്ദ ശക്തിയായി മാറുക, UDFിലൊരു സമ്മർദ്ദ ശക്തിയായി അടുത്ത 2026 അസംബ്ലി ഇലക്ഷനിൽ 7 മന്ത്രിമാരെങ്കിലും നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലൂടെ നീങ്ങുകയാണ് ലീഗ്. പിന്നെ അതുമാത്രമല്ല, വഖഫിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് ലീഗ് കൊടുത്ത ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വഖഫുമായിട്ട് ഇനിയിലെ ചർച്ചകൾ വരും. ഇന്ന് പാർലമെൻറ്റിൽ ഒഫീഷ്യലായിട്ട് വഖഫിൻ്റെ പേരിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വരുന്ന ചർച്ചകളിൽ കോൺഗ്രസിനെ UDFിനെ പ്രതിനിധീകരിച്ച് സന്ദീപ് വാര്യർക്ക് മുന്നോട്ട് വരിക. അപ്പോൾ സന്ദീപ് വാര്യന് കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫിനെ പോളിഷ് ചെയ്യുക, വഖഫിനെ പെയിൻ്റ് അടിച്ച് പുട്ടിയിട്ട് നല്ല കുട്ടപ്പനാക്കി നിർത്തി ഇത് ഒരു പ്രശ്നക്കാരനല്ല, വഖഫ് ഒരു മതേതര പരിപാടിയാണ് എന്നുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി സന്ദീപ് വാര്യർ നിയോഗിക്കും.
ഉപയോഗിക്കും. അപ്പോൾ അതിന് കൂടുതൽ മൂല്യം കിട്ടും. സംഘപരിവാർ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന ഒരാൾ വന്ന് ചാനൽ ചർച്ചയിൽ വഖഫിനെ പോലെയുള്ള ന്യായീകരിക്കുമ്പോൾ അത് അമുസ്ലിങ്ങളായ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അതിനെ അവരെ പ്രേരിപ്പിച്ചത്, അതായത് വഖഫിൻ്റെ പേരിൽ മുഖം നഷ്ടപ്പെടുന്നത് മുസ്ലിം ലീഗാണ്. ഞാൻ ആദ്യം പറഞ്ഞു മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇപ്പോഴൊരു കേരളത്തിലെ ഒരു കോമൺ ഒരു സാധനം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അത് 2026 ഇവർക്ക് പാരയാവുന്നുള്ളൊരു പേടിയുണ്ട്. അതായത് ഇപ്പം തന്നെ പല ജനങ്ങൾ ഇവർ നോക്കിക്കാണുന്നത് ഒരു വേറെ കണ്ണിലൂടെയാണ്. അതായത് വഖഫ് പോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ ഒരു ഒരു മൈൻഡ് സെറ്റിൽ ഒരു തീവ്രവാദിയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. അമ്മാതിരി സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ അത്തരം സാധനങ്ങളെ ചാനൽ ചർച്ചയിൽ കയറി വെള്ള പൂശുക, ഇത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.